നല്ലൊരു ബിരിയാണി കഴിക്കാം. നിങ്ങൾ വാങ്ങും. ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എല്ലാ ലതയുണ്ട്. ബിരിയാണിയുടെ റൈസാണ്. ഞാനിതൊരു വെറൈറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കും, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു വെറൈറ്റി, ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വെറൈറ്റി. അതിനുശേഷം ചിക്കൻ്റെ പീസ്, ചിക്കൻ കറിയാണ്. അതിങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്നതാണ് സംഭവം. ഭയങ്കര ഗ്രേവി ആയിട്ടൊന്നും വെച്ചിട്ടില്ല. അതിനുശേഷം നമ്മുടെ പതിവ് പോലത്തെ അച്ചാർ. ഞാൻ പിന്നെ സലാഡ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ തളർന്നു, ക്ഷീണിച്ചു. അത് കാരണം പിന്നെ സലാഡ് പപ്പടം ഒന്നും ഉണ്ടാക്കിയില്ല. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് വിരുന്നുകാരാരുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത് നമുക്കില്ലേ, അതുകൊണ്ടില്ല. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. ആദ്യം അച്ചാർ കൂട്ടിയിട്ടൊന്ന് കഴിക്കാം. ഇത് കണ്ടോ, ചിക്കൻ പെരട്ടാണ്. നമ്മളിന്ന് പെരട്ടി വെക്കുമ്പോൾ അപ്പം ഒക്കെ കഴിക്കാൻ ചപ്പാത്തി ഭയങ്കര ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പിറ്റേ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലേ? എല്ലാവരും ബിരിയാണി ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കി കഴിക്കും. ആസ്വദിക്കും, ആസ്വദിച്ചുകൊണ്ടിരിക്കും. ജീവിതം ഒന്നേ ഉള്ളൂ. അതിൽ നമുക്ക് എന്തൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ അതൊക്കെ മാക്സിമം നമ്മൾ കണ്ടെത്തുക, അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുക. അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഫുഡ്. വേറെ എന്ത്